മഴ തോരും മുമ്പ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവശങ്കരനും രാജീവനും ബാലചന്ദ്രമേനോ കണ്ടിട്ട് അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എന്നിട്ട് ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. നീയായിട്ടൊരു തീരുമാനം എടുത്താൽ ഞങ്ങൾക്ക് അവിടെ വന്നാൽ ജോലി കുറയും, അതിനെക്കൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവളെ എറണാകുളത്തേക്ക് പറഞ്ഞേക്കാൻ നോക്ക്, അവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ ആളുകൾ വരുന്നുണ്ടെന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ചെയ്യാൻ നോക്ക്, എന്നാൽ പിന്നെ ഞങ്ങളുടെ ജോലിഭാരം കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഫോണിലൂടെ സംസാരിക്കാൻ താല്പര്യമില്ല, നേരിട്ട് വന്ന് മുട്ടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാഗിലിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണമോളാണെങ്കിൽ ഇന്ന് അവിടെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു. എന്നിട്ട് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. അങ്ങനെ അലീന നിർബന്ധിച്ചിട്ട് പൊയ്ക്കോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ബബിതയും വൈജയന്തിയും ഒക്കെ ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൃഷ്ണയോട് പറയുന്നുണ്ട്, നീ എന്താ സ്കൂളിലേക്ക് പോവാണോ, ഇവിടെ നിന്നാൽ നിനക്ക് അസല് തല്ല് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ തല്ല് കാണാമെന്നോ, എന്നാൽ പിന്നെ ഞാൻ ഏതായാലും സ്കൂളിൽ പോവാണല്ലോ, നിങ്ങൾക്കല്ലേ ജോലിയൊന്നും ഇല്ലാത്തത്, എന്നാൽ പിന്നെ കയ്യിൽ ഫോണുണ്ടല്ലോ, ഒരു വീഡിയോ എടുത്ത് വെച്ചോ, എന്നാൽ എനിക്ക് വീഡിയോ കാണാമല്ലോ, തല്ല് ഞാൻ ഫോണിലൂടെ വീഡിയോ ആയിട്ട് കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, ഓ നീ കളിയാക്കൊന്നും വേണ്ട, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് കണ്ടറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കൃഷ്ണ സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് അതേ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടിയെയും മാമച്ചനെയും അതുപോലെ ഗ്രേസ്യമ്മയൊക്കെ കാണിക്കുന്നത്. അവരെ അലീനയെ കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു ഒരുക്കത്തിൽ വരികയാണ്. എറണാകുളത്ത് നിന്ന് അവർ അലീനയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ ഒരു സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇനി ഏകദേശം അരമണിക്കൂറേ ഉള്ളൂ എത്താനായിട്ടുണ്ട് എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസ്യമ്മ പറയുന്നുണ്ട്, ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോയാൽ അവിടെ തന്നെ എത്തുമോ മോളെ, അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും കുഴിയിലോ കുണ്ടിലോ പോയി ചാടുകയാവും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ആ വീട്ടിൽ എത്തുന്നുണ്ട്. അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ ബാലചന്ദ്രമേനോന് നെല്ലിക്ക ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ എന്താണെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇത് ജ്യൂസാണ്, നെല്ലിക്ക ജ്യൂസാണ് അച്ഛനും വേണ്ടിയിട്ട് കുടിക്കുന്നത്, നല്ലതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു മിൽക്ക് ഷേക്കാണ് കുടിക്കാൻ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ രോഗിയായിട്ടുള്ള അച്ഛന് ഞാൻ മിൽക്ക് ഷേക്ക് കൊണ്ട് തരികയാണ്, ഇത് കുടിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ മോള് ഇന്ന് പോവുകയാണല്ലേ, മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, അച്ഛനല്ലേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഞാൻ പോവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു സങ്കടത്തോടു കൂടി ബാലചന്ദ്രൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം അലീന പോകുന്നതിൽ ബാലചന്ദ്രന് അത്ര ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ പിന്നീട് രേവതിക്കുട്ടി അകത്തോട്ട് വരുന്നുണ്ട്, കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയാണ് വാതിൽ തുറക്കുന്നത്. എന്നിട്ട് അവരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ടൊക്കെ അകത്തോട്ട് ക്ഷണിക്കുകയാണ്. ആ ഒരു സമയത്ത് വൈജയന്തി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈജയന്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതാണ് സാക്ഷാൽ വൈജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഓ നിന്നെ പോലെ അനാഥാലയത്തിൽ വളർന്നവൾ, അങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആഹാ ഞാൻ ഊഹിച്ചതുപോലുള്ള അതേ സൗണ്ട്, അതേ ഭാവം, അതേ മുഖഭാവം എന്നൊക്കെ പറയുകയാണ് രേവതി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ആ മതി നിർത്ത്, നീ ഇവളെ കൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കുമല്ലോ യുദ്ധം കാണേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗ്രേസ്യമ്മ പറയുന്നുണ്ട്, ഇവളെ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത്, അല്ലാതെ ഇവിടെ വെച്ച് പൊറപ്പിക്കാനല്ല എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആഹാ കൊണ്ടുപോയിട്ട് നിങ്ങളും അനുഭവിക്കുക, ഈ കുടുംബബന്ധം തകർക്കാനൊക്കെ അല്ലേ ഇവളെ കൊണ്ട് പറ്റുകയുള്ളൂ, നല്ലതുപോലെ ജീവിച്ചിരുന്ന ഞങ്ങളെ ബന്ധത്തെ ഇവളായിട്ട് തകർത്തിരിക്കുകയാണ്, ഇനി നിങ്ങളുടെയും ജീവിതം ഇവൾ തകർത്ത് തന്നോളും, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗ്രേസ്യമ്മ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അലീന ബാലചന്ദ്രനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ അനിയത്തിക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓ മോളെക്കുറിച്ച് പറയുമ്പോൾ ഇവക്ക് 100 നാവാണ്, എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ അവൾ മരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയെ പരിചയപ്പെടുത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ പരിചയപ്പെടുത്തി, പക്ഷെ വേണ്ട വിധത്തിലുള്ള സ്വീകരണമല്ല താഴെ നിന്ന് ലഭിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നീ ഇവരോട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ കൊടുത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അങ്ങനെ പിന്നീട് അവരെ മുത്തശ്ശീൻ്റെ മുറിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അവർ പോയ ശേഷം ബാലചന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അവിടെ നിന്നൊരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ,
സംസാരിക്കാനും കച്ചറയുണ്ടാക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ അവരെ മുറിയിലോട്ടാക്കിയിട്ട് അലീന ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് തിരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് എന്താ വെച്ചാൽ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്, ഞാൻ പോകുന്നത് കൊണ്ടാണോ, അച്ഛൻ പോകാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുകയാണ് നീ പോവണ്ട, കാരണം നീ പോയി കഴിഞ്ഞാൽ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്താ അച്ഛാ ഇങ്ങനെ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടുന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ആ രാജീവനും ശിവശങ്കരനും. ഇവിടെ നിന്നെ ഇപ്പോൾ മാമച്ചായൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ വീട് കണ്ടെത്താൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിന്നെ അപായപ്പെടുത്തുക, നിന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അവർ തിരിച്ചു പോകൂ എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിലുണ്ടായാൽ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. നിന്നെ സംരക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടവും അതുപോലെ തന്നെ ഒരു പേടിയും ഒക്കെ വരികയാണ്. അവരങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അലീനയുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്കടുത്ത വീഡിയോയിലൂടെ കാണാം.